എല്ലാവർക്കും നമസ്കാരം. ഞാൻ സന്തോഷാണ്, SK പുഷ്പം. ഇതിപ്പോ ഇന്നിപ്പോ ജൂലൈ 23, 24 തീയതി നാളെ നമുക്ക് ഏറ്റുമാനൂര്, കോലഞ്ചേരി, അതേപോലെ പെരുമ്പാവൂര് ഈ 3 സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിനകത്ത് നമ്മൾ ആരും ചെയ്യാത്തൊരു പരിപാടി നമ്മളിപ്പോ ചെയ്യണത്, അതൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ എടുത്തത്. അതായത് നമ്മള് 10,000 കുഞ്ഞുങ്ങളെ ആണെങ്കിലും 25,000 കുഞ്ഞുങ്ങളെ ആണെങ്കിലും നമ്മൾ ഓരോ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതേപോലെ കയ്യിലെടുത്ത് അതിന്റെ ക്വാളിറ്റി നോക്കി നല്ല ക്വാളിറ്റി ഉള്ളതിനെ മാത്രം നമ്മൾ എണ്ണിയിടുക എന്നുള്ളൊരു പറഞ്ഞൊരു പരിപാടിയാണ്. ക്വാളിറ്റി ഇല്ലാത്തതിനെയും അതേപോലെ തീരെ ചെറുതിനെയൊക്കെ നമ്മൾ മാറ്റിയിടും, വേറെ ഡ്രമ്മിലേക്ക് മാറ്റിയിടും. ഇതിവിടെ നമ്മുടെ ഇവിടെ അക്വാറിയം ഷോപ്പുകാർ വന്ന് എടുത്തുകൊണ്ട് പോകും ഈ കുഞ്ഞുങ്ങളെ മൊത്തം. അപ്പൊ നമുക്ക് നമ്മളുടെ കസ്റ്റമേഴ്സിന് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതെന്ന് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഈ ഒരു എടുക്കുന്ന മെനക്കേട്, അതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു 10,000 കുഞ്ഞുങ്ങളെ നമ്മൾ എണ്ണിയിടണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം വേണം 10,000 കുഞ്ഞുങ്ങളെ എണ്ണാൻ. സാധാരണ എല്ലാവരും ചെയ്യണത് 1 കിലോ എടുത്തിട്ട് അതിന്റെ വെയിറ്റ് എടുക്കും, വെയിറ്റ് എടുത്തിട്ട് അതിന്റെ കൗണ്ട് എടുക്കും, 1 കിലോ എത്ര എണ്ണം വരും നോക്കും, എന്നിട്ട് വെയിറ്റ് നോക്കി അങ്ങ് തൂക്കി മാറ്റുവാണ് ചെയ്യാറ്. അപ്പൊ ഒരു 10,000 കുഞ്ഞുങ്ങളെ എണ്ണി മാറ്റാൻ 1 മണിക്കൂർ മതി. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തോളം വേണം നമ്മൾ ഈ 10,000 കുഞ്ഞുങ്ങളെ നമുക്ക് ഇതേപോലെ മാറ്റിയെടുക്കാൻ. അപ്പോ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരേ ക്വാളിറ്റിയിലുള്ള നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയണ പോലെ തന്നെ 1 മാസം കൊണ്ട് തന്നെ ഇത് നേരെ ഞാൻ പറയണ പോലെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡബിൾ ആവും. അപ്പൊ ആ ഒരു ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പൊ ഈ 3 പേര് ഇപ്പൊ ഞാൻ കൊടുക്കാൻ പോകുന്ന ഏറ്റുമാനൂര്, പെരുമ്പാവൂര്, കോലഞ്ചേരിയുള്ള 3 പേര് എന്റെ അടുത്തുനിന്ന് സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അതുപോലെ നമ്മുടെ അടുത്തുനിന്ന് സ്ഥിരമായിട്ട് ആൾക്കാർ നമ്മുടെ അടുത്തുനിന്ന് എടുക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ക്വാളിറ്റി നോക്കി കൊടുക്കുന്നത്. ഇതിപ്പോ നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ട് ഇടുമ്പോൾ അവർക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം എല്ലാം ഒരേ വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണ്. സാധാരണ നമ്മൾ ഇങ്ങനെ കാറ്റഗറി തിരിച്ചില്ലെന്നുണ്ടെങ്കിൽ പല വലുപ്പത്തിലുള്ളതും പല ഷേപ്പിലുള്ളതൊക്കെ കിട്ടും. ഇതിപ്പോ നമ്മൾ ഒരേപോലത്തെ കുഞ്ഞുങ്ങളായിരിക്കും നമ്മൾ ഇതേപോലെ ക്വാളിറ്റി നോക്കി ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക. ഹൈബ്രിഡ് വരാൽ കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ്. 2.5 ഇഞ്ച് 3 ഇഞ്ച് സൈസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് 100% പേലറ്റ് ട്രെയിൻഡ് ആദേശം മുക്കി വിടാം കേട്ടോ, അല്ലെ കറങ്ങത്തില്ല. ആദേശം മുക്കി വിടാം. ഇല്ല മൊത്തം കമ്പി വെള്ളം കാത്തിച്ചാൽ മതി.
പയ്യെ കുറച്ചിട്ട് അറിയിച്ചു ഇങ്ങോട്ട് നിന്ന് കാണിച്ചിട്ടോ. ആ ഓക്കെ ഓക്കെ. നല്ല വലുതുണ്ട്. ഇതിനകത്ത് കയറില്ല, അതാണ് നിങ്ങൾ ഞാൻ കാണിച്ചു അറിയാം. ഞാനിത് മാറ്റിയില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെറുതുകൊണ്ട് വലുതുണ്ട്. ഞാൻ ഉള്ളതിലെ വലുതിലെ മാക്സിമം കൊണ്ടുവന്ന. അല്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഈ ഇനം തിരിക്കേണ്ടി വരും. വേണ്ട വേണ്ട, അത് ഈ പറഞ്ഞ വരാല് മാത്രം അങ്ങനെ ചെയ്താൽ മതി. കരിമീൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എത്ര ഉണ്ട് കരിമീൻ മൊത്തം? എന്തോ എത്ര കരിമീൻ? 1000. ये 4 पैसा ना, इसका एक में चेक करो. ഇത് ഹൈബ്രിഡ് വരാൽ കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ്. 2.5 ഇഞ്ച് 3 ഇഞ്ച് സൈസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് 100% പേലറ്റ് ട്രെയിൻഡ് ആണ്. ഇത് നേരിട്ട് ഫാമിൽ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് എടുക്കാവുന്നതാണ്.